ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഘ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. ഞാൻ ഭാസ്കരനെ പ്രണമിക്കുന്നു. സർവപാപഹരം, എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന, തമസ്സിനെ, ഇരുട്ടിനെ അകറ്റുന്ന, ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ഭാസ്കരനെ ഞാൻ പ്രണമിക്കുന്നു. കശ്യപഗോത്രത്തിൽ പെട്ട ആ മഹത്തായ ആ തേജസ്സിനെ ഞാൻ ആരാധിക്കുന്നു. നവഗ്രഹത്തിലെ ആദ്യത്തെ ശ്ലോകമാകുന്നു. പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുകയാണ്. സൂര്യൻ മിഥുന രാശിയിൽ പ്രവേശിക്കുന്നു. മിഥുനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണം ഏതെല്ലാം രീതിയിൽ, ഏതെല്ലാം രാശിക്കാർക്ക് ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഏതായാലും സൂര്യൻ മിഥുന രാശിയിലേക്ക് വന്നു. സൂര്യനെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിയുടെ അധിപനായ ബുധൻ സമശശിസുത, ശശിപുത്രനായ ബുധൻ സമനാണ്. പക്ഷെ ബുധനെ സംബന്ധിച്ചോളം സമത്വമല്ല. ഏതായാലും ഈ ശുക്രൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ ജ്യോതിഷികൾക്കൊക്കെ വളരെ നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാ ജ്യോതിഷ വിത്തവാൻ ഭാനു കുളീരസ്ഥിതേ. വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യയും ജ്യോതിഷവും ധനവും ഉണ്ടാകും. കുളീര ഭാനവും, ഭാനു സൂര്യൻ മിഥുന രാശിയിൽ നിൽക്കുമ്പോൾ ഏതായാലും നല്ല ഫലമാണ്. ഇവിടെ നാം ശ്രദ്ധിക്കുക, മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാർക്കും ഈ സൂര്യൻ്റെ ചാരവശാലുള്ള പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയം. ഏതായാലും ഈ സൂര്യൻ കഴിഞ്ഞ ഒരു മാസക്കാലമായി 32 ദിവസമായി ഇടവൻ രാശിയിലായിരുന്നു, ശത്രുക്ഷേത്രത്തിലാണ്. വിശേഷിച്ച് ശുഭഫലങ്ങളൊന്നും ആ സൂര്യൻ ചെയ്യില്ല. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ മിഥുന രാശിയിലെ സൂര്യൻ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. ചില രാശിക്കാർക്ക് ബുദ്ധിമുട്ടുമുണ്ടാക്കും. ഉദാഹരണമായി എൻ്റെ രാശി വൃശ്ചികൻ രാശിയാണ്, തൃക്കേട്ട നക്ഷത്രമാണ്. എനിക്ക് കർമ്മമേഖലയിലും അല്ലെങ്കിൽ രാജകോപം ഉണ്ടാകേണ്ടുന്ന ഏറ്റവും മോശപ്പെട്ടൊരു മാസമാണ് ഇപ്പം നടക്കുന്നത്. കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ അഷ്ടമഭാവത്തിൽ 8ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ കർമാധിപനാണ്. കർമാധിപനായ ബുധൻ വളരെ ദുർബലമായി 8ൽ നിൽക്കുന്നു. അതിനാൽ ഞാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വൃശ്ചികൻ രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സവിസ്തരം നമുക്ക് ചർച്ചയിലേക്ക് വരാം. നമസ്തേ. മകംപൂരം ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യൻ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും നല്ല ശുഭഭാവമായ 11ാം ഭാവത്തിലാണ്. 11ൽ പാപഗ്രഹം വന്നാലും ശുഭഗ്രഹം വന്നാലും വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യുന്നതാണ്. അതിനാൽ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം ഇന്ന് 12ലാണ് വ്യാഴം, അഷ്ടമത്തിലാണ് ശനി. എങ്കിലും ഈ ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം ഈ സൂര്യൻ ചില നല്ല നന്മകൾ പ്രദാനം ചെയ്യുവാൻ പര്യാപ്തനാണ്. കാരണം 11ാം ഭാവം സൂര്യനെ സംബന്ധിച്ചോളം സലാഭ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. ലാഭത്തോടു കൂടിയിരിക്കുന്ന ആൾ. ചമത്കാരി ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു, രവസംഭവേശം ജ ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ. തനിക്ക് രാജാവ് ചില മുദ്രകൾ, അധികാരങ്ങൾ തരും. നൃപദ്വാരത, രാജാവ് അംഗീകരിക്കും, രാജാവ് മുദ്രകൾ കൊടുക്കും. പ്രതാപാനിലെ ശത്രവ സമ്പദന്തി, തൻ്റെ പ്രതാപത്തിൽ തൻ്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു, നശിച്ച് വെണ്ണീറാകുമെന്ന് പറയുന്നു. സ്ത്രീയോനേകത, പല രീതിയിലുള്ള സമ്പത്തുകൾ ഉണ്ടാവും. ഏതായാലും ഈ ഒരു മാസക്കാലം സംബന്ധിച്ചോളം പല നടക്കാത്ത കാര്യങ്ങളൊക്കെ തന്നെ പെട്ടെന്ന് ഒരു പൂർണ്ണതയിലെത്തിക്കുവാൻ ഈ സൂര്യൻ സഹായിക്കും. ദുഃഖമങ്കോദ്ഭവാനാം, തനിക്ക് സന്താനങ്ങളെ കൊണ്ട് വളരെയധികം ദുഃഖമുണ്ടാകും. അത് വളരെ ശരിയായിരിക്കും. കാരണം എന്താണ്? ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം അവരുടെ സന്താനപതിയായ വ്യാഴം നിൽക്കുന്നത് എവിടെയാണ്? 12ാം ഭാവത്തിലാണ്. അതിനാൽ സന്താന സംബന്ധിച്ച വിഷയങ്ങൾ വളരെ ജാഗ്രത പാലിക്കണം. ഗർഭിണികൾക്ക് പെട്ടെന്ന് ഗർഭം അലസിപ്പോവുക, പ്രിമിച്ചർ ബർത്ത് ഉണ്ടാവുക. കാരണം സൂര്യൻ നോക്കുന്നത് 5ാം ഭാവത്തിലേക്കാണ്. അത് അങ്ങേയറ്റം ഉഷ്ണഗ്രഹമാണ്. ഉദരസംബന്ധമായ രോഗങ്ങൾ വരുമ്പോൾ അത് ഗർഭിണികളെ സംബന്ധിച്ചോളം വലിയ പ്രയാസങ്ങളുണ്ടാകും. അതിനാൽ നിർബന്ധമായും ഇവിടെ ചെറിയ സന്താനങ്ങളുടെ പേരിൽ, അതിനാൽ 11 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പേരിൽ കർഗഹോമവും 12 വയസ്സ് മുതൽ മൃത്യുഞ്ജയ ഹോമവും ചെയ്യുക എല്ലാ മാസവും. ഈ ഒരു മാസക്കാലം ചെയ്യുക. അവരുടെ ജന്മനക്ഷത്രത്തിന് മകംപൂരം ഉത്രം നക്ഷത്രം വരും, അവിടെ ചെയ്യുക. നന്നായി പ്രാർത്ഥിക്കുക. ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുക. നമസ്തേ.